അശ്വമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അഗത്യത്ര കളരിക്കൽ, പാലക്കാട്. 2025 വർഷത്തിൽ വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചിക രാശിക്കാർക്ക് എന്തൊക്കെയാണ് കർമ്മപരമായിട്ട് വരുന്ന ഗുണദോഷങ്ങൾ എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. ഈ വർഷം നമ്മൾ എല്ലാം സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ജോബ്, കരിയർ, അതുപോലെ തന്നെ നമുക്കുള്ള സ്ഥാനമാനങ്ങൾ, സമ്പത്തുകൾ, സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കും, ഭവനം മുതലായിട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ വിവാഹം, സന്താനയോഗം, ആരോഗ്യം, അങ്ങനെ എല്ലാ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് വിഷയങ്ങൾ നമ്മളതിൽ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടും അതിൻ്റെ ഡ്യൂറേഷനും എല്ലാം കണക്കാക്കിക്കൊണ്ടും അത് കൂടുതൽ എല്ലാവർക്കും അത് സൗകര്യപ്രദമാവും എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോകളും നമ്മുടെ ഈ അതാത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കുക. അതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയും ഇവിടെ വിശദാംശങ്ങൾ അതിലുണ്ട്. ചാനൽ മെയിൻ പേജിൽ കയറി അത്യാവശ്യമുള്ള എല്ലാ വീഡിയോ നമുക്ക് കാണാവുന്നതാണ്. ഈ ചാനലിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ചെറിയ ചെറിയ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്കൊക്കെ മറുപടി കൊടുത്തു വരുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ ജാതക പരിശോധനയൊന്നും നടത്തുന്നത് നമുക്ക് സാധ്യമല്ല. അതിന് തീർച്ചയായിട്ടും നേരിൽ വരാൻ ആഗ്രഹം നേരിൽ വരാം. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ പ്രയോജനപ്പെടുത്താം. കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നത് ജനറൽ റീഡിംഗ് ആണ്. നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം വരുന്നത് ജനറൽ ആയിട്ടുള്ള വസ്തുക്കളാണ് പറയുക. അവരവരുടെ ജാതകങ്ങൾ പരിശോധിച്ച് വേണം കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ജാതക പരിശോധനകളായിട്ട് കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നേരിൽ വരാനൊക്കെ നേരിൽ വരാം. അല്ലാത്തവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇവരുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് കിടക്കാം. വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചിക രാശിക്കാർക്ക് 2025 വർഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമുക്ക് പൊതുവെ ഉണ്ടായിരുന്നതായിട്ട് ഒരു അശാന്തി, അത് പ്രത്യേകിച്ച് കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു അശാന്തികൾ, ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ, അഭിവൃദ്ധി ഇല്ലായ്മ, ഇതൊക്കെ ഒന്ന് പരിഹരിക്കാൻ പെടാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു. പ്രത്യേകിച്ച് ആ ശനിയുടെ മാറ്റം, രാഹു കേതുക്കളുടെ മാറ്റം, അതേപോലെ വ്യാഴമാറ്റം, ഇതൊക്കെ നമ്മൾ കൊണ്ട് വിലയിരുത്തുമ്പോൾ ദോഷങ്ങളൊക്കെ കുറേയധികം തീരാനും അതുപോലെ തന്നെ നമുക്ക് കുറേയധികം മെച്ചങ്ങൾ നമുക്ക് ഈ വർഷം വരാനും അശാന്തികളൊക്കെ ഒന്ന് മാറിക്കിട്ടാനും പുതിയ പദ്ധതികളൊക്കെ നമുക്ക് ആരംഭിക്കാനും ഒക്കെ ഒരു സാധ്യത ഈ വർഷം നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് കഴിഞ്ഞതായിട്ടുള്ള ഒരു കംഫർട്ട് സോണിൽ നമ്മളൊരു മാറ്റം വരുത്തണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതായത് നമ്മൾ ചിലവർ എത്ര കണ്ട് നമുക്ക് ദോഷമുണ്ടെങ്കിലും ഇപ്പം നിലവിലുള്ള ആ സ്ഥിതി അവർക്കത് കംഫർട്ടായിട്ട് തോന്നുന്നത് കൊണ്ട് അത് വിട്ടുപോകാതെ തന്നെ പിടിച്ച് തൂങ്ങി നിൽക്കുന്ന അവസ്ഥകളുണ്ടാവും. അതൊക്കെ നമ്മൾ മാറ്റം വരുത്തണം, അതൊക്കെ വിടാൻ തയ്യാറാവണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അങ്ങനെ നിൽക്കുന്ന പക്ഷം ഒരു തരത്തിലും നമുക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവില്ല, മാറ്റങ്ങൾ ജീവിതത്തിൽ വരില്ല, നമുക്ക് വരേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് വരില്ല, നമ്മൾ പോകേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മാറ്റങ്ങൾക്ക് തയ്യാറാവണം. എല്ലാത്തിനൊരു ഡിവൈൻ സപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അവരവരുടെ ഇൻഡിവിജ്വാലിറ്റിയുമായിട്ട് കണക്റ്റ് ആവേണ്ട ഒരു കാലഘട്ടമാണ്. മനസ്സിൽ അശാന്തികളൊക്കെ മാറിക്കിട്ടും. എന്താണ് നടക്കുന്നത് എന്നുള്ളത് കണ്ണും കാതും തുറന്നിരിക്കാനെ കൊണ്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അവയർനെസ്സിലേക്ക് വരേണ്ട സമയമാണ്. അതുകൊണ്ട് കൂടുതൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം, മനസ്സിനെ നിയന്ത്രിക്കണം, ഇമോഷനെ കൺട്രോൾ ചെയ്യണം, റിയാലിറ്റിയുമായിട്ട് നമ്മൾ വരണം. അതേപോലെ ഏത് കാര്യങ്ങളെക്കുറിച്ചും ക്ലാരിറ്റിയോട് കൂടി ഇറങ്ങിക്കൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളാനെ കൊണ്ട് ശ്രമിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും വൃശ്ചിക രാശിക്കാർക്ക് നല്ലൊരു വിജയമാണ് ഈ വർഷം കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾക്ക് തയ്യാറാവണം. ഇതുവരെ ജോലി കാര്യങ്ങളൊക്കെ ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ജോലിക്ക് ശ്രമിക്കാൻ ജോലി ലഭിക്കുന്നൊരു കാലഘട്ടമാണ്. ഇതുവരെ പ്രൊമോഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ തടഞ്ഞു വെച്ചതോ അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട് നഷ്ടപ്പെടുത്തി മറ്റുള്ളവർ തട്ടിയെടുത്തതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളെ കൊണ്ട് നമുക്കൊരു പണിഷ്മെൻറ്റ് വന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടേണ്ട ഒരു സമയമാണ്. നമ്മൾ പറയില്ലേ, എല്ലാത്തിനും നമ്മൾ ഇത്ര കാലം നടന്നില്ല അല്ലെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നമ്മളിലേക്ക് വരികയാണ്. ഇതുവരെ നമ്മൾ കാത്തിരുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജോലി ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ജോലി ലഭിക്കാനും എന്താണോ അവരവർ ചെയ്യുന്നതായിട്ട് പ്രവൃത്തി ആ പ്രവൃത്തി മണ്ഡലത്തിൽ ശോഭിക്കാനും അതിലൂടെ നമുക്ക് ലാഭം കൈവരിക്കാനും ജീവിതത്തിലുള്ളതായിട്ട് അശാന്തികൾക്ക് ഒരു വിരാമം ഇടാനും എല്ലാത്തിനും നമുക്കൊരു ഭാഗ്യയോഗവും കാര്യങ്ങളൊക്കെ നമുക്ക് വർദ്ധിക്കാനും ശ്രമിക്കുന്ന കാര്യങ്ങൾ വിജയപ്രദമായിട്ട് വരാനും ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ട് സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും വളരെയധികം ഒരു ആക്റ്റീവ് മൂഡിലേക്ക് വരേണ്ട ഒരു സാഹചര്യമാണ്. മനസ്സിലുള്ള വിഷമങ്ങളെ മാറ്റിവെക്കുക, അല്ലെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്ത് വിട്ട് കൂടുതൽ നമ്മൾ മാനസിക ഉന്മേഷത്തിനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ തുടക്കം എന്ന നിലയ്ക്ക് പലതും നമ്മൾ തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് വരുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും സ്ഥലം മാറ്റം വരും, തൊഴിൽ മാറ്റം വരും, പുതിയ കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആവാനെ കൊണ്ട് സാധിക്കും.
അകന്നുപോയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു വരും, നഷ്ടപ്പെട്ടവർക്ക് ജോലി കാര്യങ്ങൾ തിരിച്ചു വരും, നഷ്ടപ്പെട്ടവർക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതിലൂടെ നമുക്ക് ലാഭം ഉണ്ടാവാനും കടബാധ്യതകളും മറ്റും ഒക്കെ ഒഴിയാനുള്ള സാധ്യതകളും ഈ വർഷം നമുക്ക് സൂചിപ്പിക്കുന്നു. ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിക്കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു ഡിവൈൻ സപ്പോർട്ട് ആവശ്യമുള്ള സമയമാണ്. നല്ലവണ്ണം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം, ജപസാധനങ്ങളൊക്കെ കിടക്കണം. ആവശ്യമെങ്കിൽ നമുക്ക് ഗുരുക്കന്മാരുടെ സപ്പോർട്ടോടു കൂടി പല നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടും അവരവരുടെ ജാതകങ്ങളും സമയങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. അങ്ങനെ പോകുന്ന വർഷം തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വിജയം ഈ വർഷം ഉണ്ടാക്കാനെ കൊണ്ട് സാധിക്കും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. കുറച്ച് ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് മാനസികാവസ്ഥയൊന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്, നഷ്ടബോധം മാറ്റിയെടുക്കേണ്ടതുണ്ട്. എല്ലാത്തിനും നമ്മളൊന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് പുതിയ ഒരു ലൈഫിലേക്കും പുതിയ രീതിയിലേക്കും പുതിയ സ്റ്റൈലിലേക്കും നമ്മളൊന്ന് മാറണം. എല്ലാം പുതുതായിട്ടൊരു ഡിസൈൻ ചെയ്യണം. നമ്മുടെ ലൈഫ്, പ്രത്യേകിച്ച് കർമ്മമേഖല, ബിസിനസ്, ഇതൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ ഏതൊക്കെ മേഖലയിലൊക്കെയാണോ നമുക്ക് ഈ വർഷം ശോഭിക്കാൻ സാധ്യത എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അധ്യാപന രംഗം വളരെയധികം ശോഭിക്കും, ടീച്ചിങ് മേഖല വളരെയധികം ശോഭിക്കും എന്നാണ് പറയുന്നത്. അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ, സ്കൂളുകൾ, കോളേജുകൾ, ഉന്നത വിദ്യാഭ്യാസ മേഖല, യൂണിവേഴ്സിറ്റികൾ, അത്തരങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അവിടെയൊക്കെ കൂടുതൽ പഠനങ്ങളും വലിയ പരിവർത്തനങ്ങളും ഉണ്ടാവാൻ പറ്റുന്ന കാലഘട്ടമാണ്. നല്ല ചിന്താഗതികളും പുതിയ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പദ്ധതികളും പുതിയ പഠനങ്ങളൊക്കെ ആ മേഖലയിൽ ഉണ്ടാവാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകുന്നവർക്ക് വളരെയധികം നല്ലതാണ്. ചിലർക്ക് ജോലി വിട്ട് പഠിപ്പിലേക്ക് കിടക്കാനുള്ള സാധ്യത ഉണ്ടാവും. ചിലർക്ക് പുതിയ പഠനങ്ങളിലേക്ക് കടന്ന് അത് സബ്മിഷനൊക്കെ ഉണ്ടായി അതിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്ന സാഹചര്യങ്ങളും അതിലൂടെ പുതിയ ജോലി കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുടെ ഒരു പ്രൊമോഷനൊക്കെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സമയമായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് പുരോഹിത വൃത്തിയൊക്കെ ചെയ്യുന്നവർക്ക് ക്ഷേത്രങ്ങളിലും മറ്റ് മത ആരാധനാലയങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന പുരോഹിതന്മാർക്ക് നല്ല ഒരു മാറ്റങ്ങളും അവർക്ക് അംഗീകാരങ്ങളും ജനസമ്മതിയൊക്കെ വർദ്ധിക്കാനുള്ള സമയങ്ങളാണ് പ്രത്യേകിച്ച് കാണുന്നത്. പ്രത്യേകിച്ച് മോഡേൺ ടെക്നോളജി ബേസ് ആയിട്ട് അറിവുകൾ, മെക്കാനിസം മുതലായിട്ട് മേഖലകൾ, നിയമം, ജുഡീഷ്യറി, പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഡിഫൻസ്, അങ്ങനെയുള്ളതായിട്ട് എല്ലാ മേഖലകളിലും വളരെയധികം ശോഭിക്കാൻ സാധ്യത പ്രത്യേകിച്ച് കാണും. അതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ നടപ്പിലാക്കേണ്ടത് കൊണ്ട് എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം മുന്നോട്ട് ചെയ്തു പോകേണ്ടതുണ്ട്. എല്ലാത്തിനും വളരെ സിൻസിയാരിറ്റിയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്, നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് കാണുന്നു. ഈ ശനിയുടെ സ്വാധീനം കൊണ്ട് നല്ല ചെയ്യുന്നതായിട്ട് വ്യക്തികൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാനും തെറ്റ് ചെയ്താൽ അപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള ഇരട്ടി ശിക്ഷകൾ ലഭിക്കാനും സാധ്യതയുള്ള ഒരു സമയമാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു അവയർനെസ് ആയിട്ട് നിൽക്കുക, നമ്മൾ വളരെയധികം ക്ലീൻ ആയിട്ട് നിൽക്കുക, സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള പ്രത്യേകിച്ച് കാണുന്നു. അപ്പോൾ കൈ ശുദ്ധമാക്കി വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഹെൽത്തി അല്ലാത്ത പല റിലേഷൻഷിപ്പ് കയറി വരാനും ഹെൽത്തി അല്ലാത്ത നമുക്ക് എന്തെങ്കിലും ധനമോ കാര്യങ്ങളൊക്കെ കയ്യിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിൻ്റെ വിഷമതകൾ, അതിൻ്റെ പരിണിത ഫലങ്ങൾ വളരെയധികം, സൈഡ് എഫക്റ്റുകൾ വളരെയധികം ആഘാതം നമുക്ക് സൃഷ്ടിക്കും. നിയമ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന നമുക്ക് തരുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം, വളരെ ക്ലീനായിട്ട് നിൽക്കണം എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതേപോലെ ഈ ഗണിതം മുതലായിട്ട് മാത്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ജോഗ്രഫിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ, വാസ്തുശാസ്ത്രം, ജ്യോതിഷം, തച്ചുശാസ്ത്രം മുതലായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അത് പഠനവിധേയമാക്കുന്നവർക്കും അത്തരം മേഖലകളിലൊക്കെ വളരെയധികം ശോഭിക്കാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. എഞ്ചിനീയറിംഗ് മേഖലകളിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. നല്ല എഞ്ചിനീയർമാർക്ക് നല്ല ഉയർച്ചയുള്ള കാലഘട്ടമാണ്. അതുപോലെ തന്നെ പെയിൻറ്റിങ്, ഡ്രോയിങ് മുതലായിട്ടുള്ള മേഖലയൊക്കെ ചെയ്യുന്നവർക്ക്, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകൾ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് ഈ വർഷം സൂചിപ്പിക്കുന്നു. ജേർണലിസം, അതുപോലെ തന്നെ സാഹിത്യം, രാഷ്ട്രീയ മേഖലകളിലൊക്കെ കൂടുതൽ ശോഭിക്കാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നതാണ്. രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരു അശാന്ത പരിശ്രമമുള്ള സമയമാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് ഗുണവും ദോഷമൊക്കെ മാറി മറിഞ്ഞു വരുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മൾ അവിടെയും അവയർനെസ് ആയിട്ടിരിക്കണം പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതേപോലെ ഈ ലളിതകലകളായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ശോഭിക്കുക, അതിനൊക്കെ ഗവൺമെൻറ് അംഗീകാരം ലഭിക്കുക, അതേപോലെ പുതിയ സംരംഭങ്ങൾ നമുക്ക് തുടങ്ങുക, പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ധാരാളം കാണുന്നുണ്ട്. അതിനൊക്കെ ഗവൺമെൻറ് സപ്പോർട്ടുകൾ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതേപോലെ നമുക്ക് ചെറുകിട വ്യവസായങ്ങൾ, കച്ചവടങ്ങൾ, പ്രത്യേകിച്ച് ഈ ഭൂമി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൃഷി, നാൽക്കാലികളായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ഇതൊക്കെ ശോഭിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ഫിനാൻഷ്യൽ മേഖലകൾ ശോഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഡിഫൻസ് മേഖലകൾ, നിയമം മുതലായിട്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള മേഖലകൾ, നിയമജ്ഞന്മാർ, ജുഡീഷ്യറി വിഭാഗങ്ങൾ, ഇതൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് അതിർത്തി രക്ഷാ സേനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, BSF മേഖലകളൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യത. ഇവിടെയൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവരും അത് അവെയർ ആയിട്ടിരിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എയർപോർട്ട് അതോറിറ്റി, അതുപോലെ തന്നെ ഫ്ലൈറ്റ് എഞ്ചിനീയറിംഗ് മേഖലകൾ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, മെഡിസിൻ ആയിട്ടുള്ള മേഖലകൾ, ഡെന്റൽ, കോസ്മെറ്റോളജി മുതലായിട്ടുള്ള വിഭാഗങ്ങൾ, ഹോമിയോ, അതുപോലെ ആയുർവേദം മുതലായിട്ടുള്ള മേഖലകൾ, അതുപോലെ തന്നെ ആരോഗ്യം മുതലായിട്ടുള്ള കാര്യങ്ങൾ, യോഗ, മെഡിറ്റേഷൻ മുതലായിട്ടുള്ള ട്രെയിനർമാർക്കൊക്കെ
ഏറ്റവും നല്ല സമയമായിട്ടാണ് കാണുന്നത്. അത്തരം മേഖലകളിലൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യത കുറച്ച് ബോഡി ബിൽഡിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളൊക്കെ വളരെയധികം നന്നാവാനുള്ള സാധ്യത, ഫിറ്റ്നസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഈ സപ്ലിമെന്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫുഡ് സപ്ലിമെന്റ്സ്, ഓർഗാനിക് ആയിട്ട് ഫുഡ് മേഖലകളൊക്കെ ശോഭിക്കാൻ സാധ്യത കാണുന്നു. ആയോധനകലകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജിംനേഷ്യം, സ്പോർട്സ്, കായിക മേഖലകൾ, ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലകൾ, റിയൽ എസ്റ്റേറ്റ് മേഖലകൾ, ടെക്നിക്കൽ വർക്കുകൾ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മുതലായിട്ട് മേഖല, ഡിസൈനിങ് വർക്കുകൾ, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റുകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങോ അതുപോലെ തന്നെ സെയിലോ മാർക്കറ്റിംഗോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖല വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ അഭിവൃദ്ധികൾ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം, നാൽക്കാലികൾ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യത. കഴിഞ്ഞ കാലത്ത് നാൽക്കാലികൾ ആയിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തി മണ്ഡലത്തിൽ കുറച്ച് നഷ്ടങ്ങളോ പരാജയങ്ങളോ വന്നവർക്ക് തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു മാറി. അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ പരാജയങ്ങളോ വന്നവർക്ക് അത്തരം മേഖലകളൊക്കെ ഒന്ന് മാറി തീർച്ചയായിട്ടും ആ മേഖലയൊക്കെ ഉണർവിലേക്ക് വരും എന്നാണ് കാണുന്നത്. അവർക്ക് കാർഷിക മേഖലയിൽ കൂടുതൽ നമ്മൾ മനസ്സ് വയ്ക്കുന്ന വർഷം തീർച്ചയായിട്ടും അത് വിജയപ്രദമായിട്ട് വരും, ലാഭകരമായിട്ട് വരും എന്ന് ഈ വർഷം പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ തന്നെ ഹോൾസെയിൽ, റീറ്റെയിൽ മേഖലകളൊക്കെ വളരെയധികം ശോഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലകളും അതിൻ്റെ മെറ്റീരിയലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, ബിൽഡിംഗ് മെറ്റീരിയലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയധികം ഉയർച്ച കാണുന്നു. വിദ്യാഭ്യാസം, ഉപരിപഠനം മുതലായിട്ട് കാര്യങ്ങൾ, റിസർച്ച് മുതലായിട്ടുള്ള മേഖലകൾ, അതിർത്തി പരിപാലനം, അതുപോലെ തന്നെ ഈ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ തന്നെ ഈ ഓർഗാനിക് ഫുഡ് സപ്ലിമെന്റ്സുമായിട്ട് മേഖലകൾ, ഈ ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഭവങ്ങൾ, പ്രീ പാക്ക്ഡ് ഫുഡായിട്ട് വരുന്നതായിട്ടുള്ള മേഖലകൾ, സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്ന മധുരപലഹാരങ്ങളൊക്കെ ആയിട്ട് വരുന്ന ബേക്കറി അതായിട്ട് മേഖലകളിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വസ്ത്രവ്യാപാര മേഖലകളിലും ശോഭിക്കും. പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് യൂണിറ്റുകളൊക്കെ അധികം വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. തുണി, കമ്പിളി വ്യവസായങ്ങളൊക്കെ നന്നാവുക, അത്തരം മേഖലകളെ ശോഭിക്കാനും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കാനൊക്കെ സാധ്യത പ്രത്യേകിച്ച് ആ മേഖലയിൽ കാണുന്നു എന്നുള്ളതാണ്. ആർക്കിടെക്ചർ മേഖലകൾ ഒക്കെ ശോഭിക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അത് നടത്തുന്നവർക്കോ ഒക്കെ ലാഭം നമുക്ക് ഉണ്ടാക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ വർഷം കാണുന്നത്. ഇത് നമുക്കൊരു ജനറൽ ആയിട്ടുള്ള വിവരങ്ങളാണ്. അവരവരുടെ ജാതക പരിശോധന നടത്തി നമ്മൾ കുറച്ച് അധികം വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ വർഷം നമ്മൾ തുടങ്ങുന്നത് അതിന് പറ്റിയ സമയമാണോ എന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ഗോചരശാല വരുന്ന ഫലങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതും നമുക്കൊരു 90% നമുക്ക് അനുഭവത്തിൽ വരുമെങ്കിലും ഒന്നുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മമേഖല വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വിജയിക്കാനുള്ള സാധ്യതകൾ ഈ വർഷം കാണുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു ദൈവ സഹായം, ഡിവൈൻ സപ്പോർട്ട് നമുക്ക് വേണം. കലദോഷ പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകണം. മനസ്സിന് സധൈര്യം ഉണ്ടാക്കിയിട്ട് ആ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. കാരണം നമുക്ക് നല്ലതും കെട്ടതും നമുക്ക് തിരിച്ചറിയാനുള്ളതായിട്ട് ഒരു അവയർനെസ് വരാൻ ഡിവൈൻ സപ്പോർട്ട് നമുക്ക് വേണം. നോ എന്നാണ് തോന്നുന്നതെങ്കിൽ അത് ബിഗ് നോ ആക്കി മാറ്റുക, എസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് എസ് ആക്കി മാറ്റുക, എന്നിട്ട് നമുക്ക് തീരുമാനം എടുത്ത് ഇറങ്ങണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് 2025 വർഷത്തിൽ വൃശ്ചികരാശിക്കാർക്ക് എന്തൊക്കെ ദോഷ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ വ്യാഴമാറ്റം, ശനിമാറ്റം, രാഹുമാറ്റം എന്നീ വീഡിയോകളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. എങ്കിലും നമുക്ക് ഈ പറഞ്ഞ കുറച്ച് ആരോഗ്യം ശ്രദ്ധിക്കുക. രണ്ടാമത് ശനിദോഷ പരിഹാരങ്ങൾക്ക് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. ജപസാധനങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൺഫ്യൂഷൻ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഒരു ക്ലാരിറ്റി എല്ലാത്തിലും വരുത്തിയെടുക്കുക. ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ വരുത്തുക. നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക. പ്രത്യേകിച്ച് അഷ്ടമി വ്യാഴകാലങ്ങളൊക്കെ വരാനിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് വ്യാഴാഴ്ച ദിവസങ്ങൾ മഹാവിഷ്ണു പ്രീതികരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകേണ്ടതുണ്ട്. കുടുംബ പരദേവതയെ ആരാധിക്കുക, ശിവാരാധന ചെയ്യുക. പ്രത്യേകിച്ച് പിതൃതർപ്പണങ്ങൾ നമ്മൾ സമയത്ത് ചെയ്യുക. ചാരിറ്റി മുതലായിട്ട് കാര്യങ്ങൾ വളരെയധികം ചെയ്യണം. അശരണർക്ക്, അഗതികൾക്ക് നമ്മൾ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നാൽക്കാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. നവഗ്രഹ പ്രീതി വരുത്തുന്നത് നല്ലതാണ്. അന്നദാനം, വസ്ത്രദാനം മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഈ കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട് മാത്രം ആണ് നമ്മൾ തയ്യാറാക്കിയതാണ്. 10ാം ഭാവമാണ് നമ്മുടെ വിഷയമായിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള വീഡിയോകളൊക്കെ നമുക്ക് വരും കാലത്ത് കാണാം. അതുകൂടെയൊക്കെ കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഇത്തരം അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോയെക്കുറിച്ച് എല്ലാ വിശദാംശങ്ങളും താഴെ രേഖപ്പെടുത്താം. ചെറിയ സംശയങ്ങളൊക്കെ മറുപടി കൊടുത്തു വരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾക്ക് നേരിൽ വരാം. ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം എല്ലാ അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ദൈവാനുഗ്രഹവും കാര്യങ്ങൾക്കൊക്കെ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.